ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3യുടെ പാർട്ട് 2 ഭാഗമാണ്. നമ്മളിന്ന് ഗവൺമെൻറ് തൊട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കാം. ഗവൺമെൻറ് ഒരു ലൈവ് ന്യൂസിൻ്റെ ഒരു സ്ക്രീനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ്: COVID-19 ഗവൺമെൻറ് ഡിക്ലെയർസ് free ration for all card holders. Government slashes price for the life-saving medicines. Government maintain vigil. Price hike under control. Dahanir new project for ഡ്രിങ്കിങ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസുകൾ വന്നിട്ടുള്ളത്. COVID-19 സമയത്തുള്ള ഒരു ന്യൂസാണ്. ഫ്രീ റേഷൻ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് റേഷൻ കൊടുക്കുന്നത്, റേഷൻ കാർഡുള്ള എല്ലാവർക്കും ഫ്രീ റേഷൻ കൊടുക്കുന്നതാണ് ഒരു ന്യൂസ്. രണ്ടാമത്തത് മരുന്നുകൾക്ക് വില കുറക്കുന്നത്. മൂന്നാമത്തത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്. നാലാമത്തത് എല്ലാവർക്കും കുടിനീര് കൊടുക്കുക, വെള്ളം, വാട്ടർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ന്യൂസ് ഉള്ളത്. Look at the news given above. The government plays a significant role in ensuring the welfare of the people in a state. It is the government which helps to keep the relationship between the state and the people active. അപ്പോൾ ഗവൺമെൻറ് ഡ്യൂട്ടി എന്തൊക്കെയാണ്? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി. ഒരു സ്റ്റേറ്റിൻ്റെയും ജനങ്ങളുടെയും ബന്ധം ഊഷ്മളമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ. A particular territory need not become a state just because it is inhabited by people. A system called government is essential to coordinate the resources and the people there. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് കുറച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെന്ന് കരുതി അതിനെ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ആ ഒരു പ്രദേശത്തിന് സ്വന്തമായിട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ആകാൻ പറ്റില്ല. ആ ഒരു പ്രദേശത്ത് ഒരു ഗവൺമെൻറ് ആവശ്യമാണ്, ഒരു സിസ്റ്റം ആവശ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ആവശ്യമാണ്. കോർഡിനേറ്റ് ദ റിസോഴ്സസ് ആൻഡ് ദ പീപ്പിൾ ദെയർ. അവിടെയുള്ള വിഭവങ്ങളും ജനങ്ങളെയും ആ വിഭവങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം. ഇപ്പം നമുക്ക് വെള്ളമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് അയൺ ഓർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കൽക്കരി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാറ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ആരാണ് ഈ പാറ പൊട്ടിക്കേണ്ടത്? ആരാണ് കൽക്കരി ഖനനം ചെയ്യേണ്ടത്? ഇതൊക്കെ എല്ലാം തീരുമാനിക്കുന്നതിന് ഒരു ഗവൺമെൻറ് ആവശ്യമാണ്. അതിനൊക്കെ